കിട്ടൂരെ മൃഗാശുപത്രി കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ പോവാണ്. കിട്ടു ഓർക്കുന്നുണ്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം അവളെ പോവുകയാണ്. അവൻ്റെ ഫോൺ കണ്ട് വലിയ ത്രില്ലിലൊക്കെയാണ്. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരി വരുക. നമ്മളെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ ഭയങ്കര മിരിമിരിപ്പൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൂട്ടിലൊക്കെ കയറ്റാൻ. നാളെ എന്തായാലും എത്തിയിട്ടുണ്ട്. ചീട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അവനെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുവാണ്. ചാടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തലയും കുത്തി പിടിച്ചേക്കുക. ഭയങ്കര മിരിമിരിപ്പൊക്കെ ആയിരുന്നു. അവനെ ബെഞ്ചിൽ കൊണ്ട് ഇരുത്തി. ഇരുത്തി എന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യുക. അവൻ സൂചിച്ചങ്ങിരിക്കുക. അപ്പോൾ നമ്മൾ കിട്ടു ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ വെയിറ്റൊക്കെ നോക്കി നമ്മൾ. അപ്പം അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അവന് 2 കിലോ ഉണ്ട് അവന്. അപ്പം നമ്മൾ അവനെ വെയിറ്റൊക്കെ നോക്കി അവൻ ഓടിപ്പോവുമായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയോ ഒരു തരത്തിൽ കൂട്ടി കയറ്റി. അവന് കയറാൻ മടിയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് കയറ്റി കുറേ മാതക്കടിയൊക്കെ കിട്ടിയിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അവനിങ്ങനെ ഇരിക്കുവാണ്. അപ്പം അവനെന്തോ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പാവം അവൻ്റെ മുഖം കണ്ട് സങ്കടം വരുന്നുണ്ട്. പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവന് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം മരുന്നൊക്കെ എഴുതി തരുവാണ്. അപ്പം നമുക്ക് മരുന്നെല്ലാം എഴുതി കിട്ടി. നമ്മുടെ ജോർജെല്ലാം എന്തൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സുന്ദരൻ പട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നടക്കുവാണേ. നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ചന്തക്കേന്ന് തിരിച്ച് പോവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നില്ല. ഇനി അവൻ്റെ മരുന്നൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം. എന്നാലേ ശരിയാക്കി ചന്തയ്ക്ക് തിരിച്ച് പോവാണ്. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അത് പള്ളിയിലത്തെ പെരുന്നാളാണ് ഗായ്സ്. അതാണ് ഞാൻ മെയിനായിട്ട് നാളെയാണ് പെരുന്നാൾ. നിങ്ങൾ പ്രതീക്ഷിക്കണം എല്ലാം ഉണ്ട്. എല്ലാ നാളെ രാത്രി കത്തിച്ച വീട്ടിൽ നല്ല രസമാണ്. ഞങ്ങളുടെ വീടെത്തി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പുറകിലൊക്കെ എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മൾ അംഗനവാടി.